എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി കൂടപ്പുഴയിൽ കാർഷിക സർവകലാശാലയുടെ റിസർച്ച് സ്റ്റേഷനിൽ നടക്കുന്ന അഗ്രി ബിസിനസ് എക്സ്പോ ഇന്ന് സമാപന ദിവസമാണ്. ആളുകൾ വളരെ അധികം സഹകരണമാണ് ഈ എക്സ്പോയോട് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് കുടുംബമായിട്ട് ഫാമിലിയായിട്ടൊക്കെ വരുന്ന ആളുകൾ എൻ്റെ പിറകിൽ കാണാൻ സാധിക്കും. ഇന്നലെ മുതൽ വൈകുന്നേരം ആകുമ്പോൾ കലാപരിപാടികൾ ആസ്വദിക്കാനും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല സെമിനാറുകളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രണ്ടാം ദിവസമായ ഇന്നലെ രാജൻ മിനിസ്റ്ററാണ് ഇന്നലെ വന്നിട്ടുള്ളത്. വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ തന്നെ. തീർച്ചയായിട്ടും ചാലക്കുടിയിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ അഗ്രി ബിസിനസ് എക്സ്പോ എന്ന് പറയുന്ന പ്രോഗ്രാമിനോട് ചാലക്കുടിക്കാർ വലിയ രീതിയിലുള്ള പങ്കാളിത്തവും സഹകരണവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ ഇന്ന് സമാപന ദിവസമായി ഇതുവരെ കാണിച്ചത്. ഇന്നും ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇന്ന് സമാപന ദിവസമാണ്. ഇന്നത്തോടുകൂടി ഇത് അവസാനിക്കും. വരുന്ന എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിക്കുന്ന വളരെ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളാണ്. എല്ലാവരും ഈ ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സമാപന ദിവസമായ ഉച്ച കഴിഞ്ഞിട്ട് MLA രമേശ് ചെന്നിത്തല ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും ഈ കൂടപ്പുഴയിലുള്ള കാർഷിക സർവകലാശാലയുടെ റിസർച്ച് സ്റ്റേഷനിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പും കേരള കാർഷിക സർവകലാശാലയും കൂടപ്പുഴയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തുന്ന കാർഷിക മേള അഗ്രി ബിസിനസ് എക്സ്പോ ഇന്ന് സമാപിക്കും. കൃഷി അറിവുകളുമായി ആരംഭിച്ച മേളയിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാർഷികോപകരണങ്ങളും കാർഷികോൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും വിത്തുകളും വളങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ സ്റ്റാളുകളിലുണ്ടായിരുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ശുദ്ധോധനൻ, ജില്ലാ ടൂറിസം വികസന കൗൺസിൽ സെക്രട്ടറി വിജയരാജ്, ജിജി മഞ്ഞക്കുന്നേൽ, സെബി പഴയാറ്റിൽ, കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എലിസബത്ത് ജോസഫ്, വെള്ളാനിക്കര കാർഷിക കോളേജ് പ്രൊഫസർ ഡോക്ടർ KP സുധീർ, വ്യവസായ വകുപ്പ് DRP MN ഭാഗ്യലക്ഷ്മി, തൃശൂർ VFPCKയിലെ ബബിത, സാറാസ് ടെക്നോ ആളൂർ, വാണി വിജിത് ചേർത്തല എന്നിവർ സെമിനാറുകൾ നയിച്ചു. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനം മുൻ നിയമസഭാ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് മുഖ്യാതിഥിയായിരിക്കും. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ കൃഷി ഇറക്കിയിട്ടുള്ള നെല്ല്, പച്ചക്കറി കൃഷികൾ, പൂച്ചെടികൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ഉൾപ്പെടെ കാണാനും പരിചയപ്പെടാനും മേളയിൽ സൗകര്യമുണ്ട്. 50ഓളം സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നുകളെയും പരിചയപ്പെടാം. മണ്ണിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ചെടികളുടെ ആരോഗ്യ സംരക്ഷണത്തിലുള്ള മാർഗങ്ങളും അറിയാനാകും. വ്യത്യസ്ത കൃഷി മാതൃകകൾ പരിചയപ്പെടുന്നതിനോടൊപ്പം പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സെൽഫി പോയിന്റുകളിൽ സെൽഫി എടുക്കുവാനും ആളുകൾ കൂടുന്നുണ്ട്. സമാപന ദിവസമായ ഇന്ന് വരുന്ന 1000 പേർക്ക് സൗജന്യ വിത്തുകൾ നൽകുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. VFCKയിലെ സ്റ്റാളിലാണ് വിത്ത് വിതരണം നടക്കുക. രണ്ടാം ദിവസമായ ശനിയാഴ്ച പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത മന്ത്രി K രാജൻ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ പ്രവചിക്കാൻ ഇന്ന് നിലവിലുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും മതിയാകുന്നില്ലെന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ബിസിനസ് എക്സ്പോയിൽ വൈകുന്നേരങ്ങളിൽ കലാവിരുന്നും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ചാലക്കുടിയിലെ കലാകാരന്മാരും കലാകാരികളും നിയോജക മണ്ഡലത്തിന് കീഴിലെ വിവിധ കൃഷിഭവനുകളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന കലാവിരുന്ന് ഏറെ ആസ്വാദികരമായാണ് ജനം ഏറ്റെടുത്തിട്ടുള്ളത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ആദ്യമായി MLA സനീഷ് കുമാർ ജോസഫ് സംഘടിപ്പിച്ച അഗ്രി ബിസിനസ് എക്സ്പോ ഒരു കാർഷികോത്സവമായി തന്നെയാണ് ജനം ഏറ്റെടുത്തിരിക്കുന്നത്. മൂന്ന് ദിവസത്തെ ഇങ്ങനെയൊരു മേളയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ സനീഷ് കുമാർ ജോസഫ് MLAക്ക് ഞാൻ ആദ്യം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പേരിലുള്ള എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും
ഇതിന്റെ സംഘാടകർക്കും അദ്ദേഹത്തിന് നൽകാനായി അവസരം ഉപയോഗിക്കും. അല്ല, ഇപ്പം ഇവിടെ എല്ലാ നിലയ്ക്കും നമുക്ക് ആകർഷിച്ച് കൃഷിക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. കുറേ കൂടി ചേട്ടനെ ആകർഷിച്ചത് എന്ത് സംഗതിയാണ്? ആകർഷിച്ചത് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്നതും നാളെ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാവുന്ന രീതിയിലുള്ള സബ്സിഡികൾ ഇതൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കൊരു നല്ല അറിവായിട്ട് മനസ്സിലാവണം.